വുഡി മാരിയമ്മയുടെ തേർഡ് എപ്പിസോഡ് തുടങ്ങുമ്പോഴത്തേക്കും മെറി ബൂജുവിനെ അന്വേഷിച്ചു വരുന്നു. പക്ഷേ ബൂജുവും മെറീനെ കാണുന്നത് കൊണ്ട് തന്നെ അവളോട് അവിടെ നിന്ന് മാറുവാനായിട്ട് അവനും സിഗ്നൽ കാണിക്കുകയാണ്. മാത്രമല്ല ബൂജുവിന്റെ ഒപ്പം തന്നെ സെക്രട്ടറി ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന മെറിയും പെട്ടെന്ന് തന്നെ അവിടെ നിന്നും രക്ഷപ്പെട്ടൊക്കെ പോകുന്നു. അതിന്റെ ഇടയ്ക്ക് അവൾക്ക് അവളുടെ കയ്യിൽ നിന്നും ഫോൺ നഷ്ടപ്പെട്ടു പോകുന്നുമുണ്ട്. ബൂജുവിന് പരിചയമുള്ള ആരോ ആണ് കാറിൽ ഇരിക്കുന്നതെന്ന കാര്യം മെറിക്ക് മനസ്സിലാകുന്നുണ്ട്. കൂടാതെ ബൂജുവും ഇപ്പോൾ സെക്രട്ടറിനെ കൂട്ടിക്കൊണ്ട് അവിടെ നിന്നും പോകുന്നു. അങ്ങനെ ഇരിക്കെ ആന്റിയും ഉങ്സും നേരത്തെ പ്ലാൻ ചെയ്ത ആ ആളെ കാണാനായിട്ട് പോകാമെന്ന് പറഞ്ഞ് വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ പോലും പെട്ടെന്ന് തന്നെ നമ്മുടെ മെറിയുടെ ഫോണൊക്കെ ബെല്ലടിക്കുന്ന ശബ്ദം അമ്മയും കേൾക്കുന്നു. അതുകൊണ്ട് തന്നെ അമ്മയും വണ്ടി അവിടെ നിർത്തുവാനായിട്ട് ആവശ്യപ്പെട്ടതിന് ശേഷം ആ ഒരു ഫോൺ എടുത്തിട്ട് ഇത് ആർക്കും നഷ്ടപ്പെട്ടു പോയതാണ്, അയാളെ ഇത് തിരികെ ഏൽപ്പിക്കണമെന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. മെറിയും ആന്റി മുങ്സും കാണാതെ അവിടെ ഉണ്ടായിരുന്ന ഒരു പട്ടിക്കൂട്ടിലേക്കായിരുന്നു ഒളിച്ചിരുന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ അവിടെ ഉണ്ടായിരുന്ന മെറീനെ ആന്റി കാണുമ്പോഴത്തേക്കും മെറിയും തന്റെ മുഖമൊക്കെ മറച്ചു പിടിക്കുന്നു. കൂടാതെ ആന്റിയുടെ കയ്യിൽ നിന്നും ഫോണും മേടിച്ചുകൊണ്ട് അവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്നുമുണ്ട്. വൂജു വീട്ടിലെത്തിയതിനു ശേഷം മെറീനെ കോൾ ചെയ്തിട്ട് കാറിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് എന്റെ റിലേറ്റീവ്സ് ആയിരുന്നു, അവരുടെ കണ്ണിൽ പെടാതിരുന്നത് വളരെയധികം നന്നായി. എന്തായാലും അധികം നാള് നീ ആ വീട്ടിലൊന്നും നിൽക്കുവാനായിട്ട് പ്ലാൻ ചെയ്യേണ്ട, എത്രയും വേഗം അവിടെ നിന്ന് പോകുന്നതാണ് ഏറ്റവും നല്ലതെന്ന് വൂജുവും അറിയിക്കുകയാണ്. മുത്തശ്ശിയെ ചെക്കപ്പൊക്കെ ചെയ്യുവാനായിട്ട് ചിൻകുങ്ങും അച്ഛനും കൂടി ഒന്നിച്ചെത്തിയതായിരുന്നു. അങ്ങനെ ഇരിക്കെ ചിൻകുങ്ങിന് കല്യാണപ്രായമൊക്കെ ആയെന്ന് മുത്തശ്ശി പറയുമ്പോഴത്തേക്കും ചിൻകുങ്ങിന്റെ മനസ്സിൽ ഇപ്പോഴും ബൂജുവാണ് ഉള്ളതെന്ന് അച്ഛനും അറിയിക്കുന്നു. സോ ചിൻകുങ്ങിനെ മരുമകളായിട്ടൊക്കെ കൂട്ടിക്കൊണ്ടു വരുന്നതിൽ തനിക്ക് ഒരുപാട് സന്തോഷം മാത്രമേ ഉള്ളൂ എന്ന് മുത്തശ്ശി അറിയിക്കുമ്പോഴത്തേക്കും മുത്തശ്ശിയുടെ കയ്യിൽ നിന്നും കൂടി പെർമിഷൻ കിട്ടിയ സ്ഥിതിക്ക് ബൂജുവിനെ പ്രപ്പോസ് ചെയ്യാമെന്ന് ചിൻകുങ്ങും തീരുമാനിക്കുന്നു. ഓഫീസിൽ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്ന ചായും വൂജു വരുന്നത് വരെ വെയിറ്റ് ചെയ്തൊക്കെ നിൽക്കുന്നു. അവനെ കണ്ട് കഴിയുമ്പോഴത്തേക്കും ഒന്നിച്ചാണ് ബില്ലിംഗ് സെക്ഷനിലേക്കൊക്കെ അവളും പോകുന്നത്. അങ്ങനെ ഇരിക്കെ അവർ ഓഫീസിനകത്തേക്ക് കടന്ന് കഴിയുമ്പോഴത്തേക്കും ഉൺസൂനെയും വൂജു കാണുന്നു. ആദ്യം കൊടുത്തിരുന്ന അതേ പണമൊക്കെ കൊടുത്തുകൊണ്ട് കോൺട്രാക്ട് പുതുക്കുന്നതിനെ കുറിച്ച് ഉൺസുവും വൂജുവിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. വൂജുവും ആ ഒരു കോൺട്രാക്ട് ഒക്കെ സൈൻ ചെയ്യിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ഉൺസുവിന്റെ അടുത്തായിട്ട് അറിയിക്കുമ്പോഴത്തേക്കും അതൊരു ചലഞ്ച് എന്ന രീതിക്കായിരുന്നു ഉൺസു പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ നീ അത്രയ്ക്ക് നന്നായിട്ട് തന്നെ വർക്കൊക്കെ ചെയ്യുമെന്ന കാര്യം എനിക്ക് നന്നായി അറിയാമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനസ്സിലാ മനസ്സോടെ ആണെങ്കിലും വൂജുവിനെ ഉൺസുവും പ്രശംസിക്കുന്നു. എന്നാലും നീ എങ്ങനെയാണ് മെറി ഡിസൈൻസിന്റെ സിഇഒയുമായിട്ട് സംസാരിച്ചിട്ട് കൂടുതലായിട്ട് ഒരു തുക പോലും മേടിക്കാതെ പഴയ അതേ രീതിക്ക് തന്നെ കോൺട്രാക്ട് ഒക്കെ പുതുക്കിയിട്ടുണ്ടായിരുന്നത്? എന്തെങ്കിലും ഡീൽ നിങ്ങൾക്കിടയിൽ നടന്നിട്ടുണ്ടായിരുന്നോ എന്നെല്ലാം തന്നെ ഉൺസ് ചോദിക്കുന്നുണ്ടെങ്കിൽ പോലും അതിനൊരു മറുപടി പറയാതെ വേണമെങ്കിൽ നീ തന്നെ നേരിട്ട് ചോദിച്ചു നോക്കേന്ന് പറഞ്ഞിട്ട് ബൂച്ചുവും പോകുന്നു. ഇപ്പോൾ വൂജിന്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന കോ എന്ന ഒരു വ്യക്തി നമ്മുടെ അങ്കിളിനെ കാണുവാനായിട്ട് എത്തിയിരിക്കുകയാണ്. സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കോൺട്രാക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് അഴിമതികളൊക്കെ അവരുടെ കമ്പനിയിൽ നടന്നിട്ടുണ്ട്. അതെല്ലാം തന്നെ കോ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ കമ്പനിക്കുള്ളിലുള്ള ആരോ ആണ് ഇതെല്ലാം തന്നെ ചെയ്തിട്ടുള്ളതെന്നും അതുകൊണ്ട് തന്നെ അതിനെതിരായിട്ട് എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കേണ്ടതായിട്ടുണ്ട് എന്നും എല്ലാം തന്നെ അങ്കിളിനെയും കോ അറിയിക്കുന്നു. കൂടാതെ കോയ്ക്ക് മാത്രമേ ഇതുപോലത്തെ ഒരു അഴിമതിയെ കുറിച്ച് എല്ലാം തന്നെ അറിയിക്കുകയുള്ളൂ. അവനും ഓഫീസിൽ മറ്റാരുടെയും അടുത്ത് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അങ്കിളും എന്നാൽ ഞാൻ തന്നെ കാര്യങ്ങളെല്ലാം തന്നെ ഹാൻഡിൽ ചെയ്തോളാം എന്ന് പറഞ്ഞ് കോയിനെ പറഞ്ഞയക്കുകയാണ്. മെറിയും പുതിയൊരു വീട്ടിലേക്ക് മാറേണ്ടതായിട്ടുള്ളത് കൊണ്ട് തന്നെ പല പല ബ്രോക്കേഴ്സിനെയും കോണ്ടാക്ട് ചെയ്ത് നോക്കുകയാണ്. പക്ഷെ എല്ലാവരും വലിയൊരു തുകയൊക്കെ ആയിരുന്നു ഡിപ്പോസിറ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അവളുടെ കയ്യിലും അത്രയും തുകയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവൾക്ക് ആ ഒരു നാട്ടിൽ അറിയാവുന്ന ഒരേ ഒരു പരിചയക്കാരനെയും കോൾ ചെയ്യുന്നു. പക്ഷെ അവളാകട്ടെ ഇപ്പോൾ മിലിറ്ററിയിലൊക്കെ പോയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവൾക്കും ഒരു രീതിക്കും ഹെൽപ്പ് ചെയ്യുവാനായിട്ട് പറ്റുന്ന ഒരു സാഹചര്യം ആയിരുന്നില്ല ഉണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെയാണ് മെറിയുടെ ശ്രദ്ധയിൽ ഒരു മോട്ടലിൽ പരസ്യം പെടുന്നത്. അവളും ആ ഒരു മോട്ടലിൽ താമസിക്കുവാനായിട്ടും പോകുന്നു. ആ ഒരു മോഡലിൽ ലിഫ്റ്റ് ഉണ്ടായിരുന്നില്ല. അവൾ നടന്നായിരുന്നു 5-ാം നില വരെ പോയിട്ടുണ്ടായിരുന്നത്. കയ്യിലുണ്ടായിരുന്ന ബാഗും തൂക്കി റൂം വരെ എത്തുമ്പോഴത്തേക്കും അവളും ഒരുപാട് മടുക്കുന്നു. റൂമിന് ഒട്ടും തന്നെ വൃത്തിയില്ലായിരുന്നെങ്കിൽ പോലും അവളും സുഖമായിട്ട് അവിടെ കിടന്നുറങ്ങുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ അവളും വർക്കിന് പോകുന്നു. ഒരു ഡോക്ടറിന് ബോട്ടിലൊക്കെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കാനായിട്ടായിരുന്നു അവൾക്ക് വർക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അവളും അത് ഡോക്ടറിനെ കാണിച്ചിട്ട് അവിടെ നിന്നും ഇറങ്ങുന്ന സമയത്താണ് അവിടെ ഉണ്ടായിരുന്ന ചിൻകുങ്ങിനെയും അവൾ കാണുന്നത്. ചിൻകുങ്ങും തന്റെ ഒരു ഫ്രണ്ടിനെ ആ ക്ലിനിക്കിൽ ഡ്രോപ്പ് ചെയ്യുവാനായിട്ട് എത്തിയതായിരുന്നു. സോ ഇപ്പോൾ അവർ ഒന്നിച്ച് ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ചിരിക്കുന്നു. ഇപ്പോൾ അവരും കഴിഞ്ഞ ദിവസം നടന്ന കാര്യങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു. അങ്ങനെ ഇരിക്കെ വൂജുനെ ആദ്യമായിട്ടായിരുന്നു നീ കണ്ടിട്ടുണ്ടായിരുന്നെന്ന് ചിൻകുങ് ചോദിക്കുമ്പോഴത്തേക്കും അന്ന് രാത്രി ഞാൻ ഒരുപാട് ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. സോ ബോധമില്ലാതെ ഞാനും അവന്റെ അടുത്ത് മോശമായിട്ടൊക്കെ പെരുമാറി. അങ്ങനെയാണ് എനിക്കും ആ ഒരു സംഭവം ഉണ്ടായത്. പിന്നീട് അവൻ തന്നെ ആയിരുന്നു എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നതും എനിക്ക് ഫുഡ് മേടിച്ച് തന്നതും തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കിയതും എല്ലാം തന്നെ. അതുകൊണ്ട് തന്നെ അവന്റെ അടുത്ത് എനിക്ക് ഒരുപാട് നന്ദിയുണ്ടെന്ന് അവളും അറിയിക്കുന്നു. നീ അതിന് ശേഷവും വൂജുവിനെ കോൺടാക്ട് ചെയ്തെന്നും വൂജുവിനോട് നിന്റെ ഹസ്ബൻഡ് ആകാമോ എന്ന് ചോദിച്ചു എന്നും ഒക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഞാനും വൂജുവും ഒരുപാട് ക്ലോസ് ആണ്. അതുകൊണ്ടാണ് അവനും എന്റെ അടുത്ത് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നതെന്നെല്ലാം ചിൻകുങ് പറയുമ്പോഴത്തേക്കും
വൂജു എത്രത്തോളം കാര്യങ്ങളൊക്കെ ജിൻകുങ്ങിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടേന്ന് അറിയത്തില്ലാത്തത് കൊണ്ട് തന്നെ മെറിയും താൻ അതൊരു തമാശയായിട്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നതെന്ന് അറിയിക്കുന്നു. വൂജുന്റെ ടീമിന്റെ മുമ്പിലായിട്ട് മെറിയും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്ന തന്റെ ഡിസൈൻസ് എല്ലാം തന്നെ കാണിച്ചു കൊടുത്തിട്ട് ഒരു പ്രസന്റേഷൻ നടത്തുകയാണ്. എല്ലാവർക്കും തന്നെ ആ ഒരു ഡിസൈൻസും ഇഷ്ടപ്പെടുന്നു. അങ്ങനെ അവർ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞു പോകുന്ന സമയത്ത് മെറിയുടെ അടുത്തായിട്ട് ഓയും നീ ഇന്ന് നൈറ്റ് ഫ്രീ ആണെങ്കിൽ നമുക്ക് ഒന്നിച്ച് ഫുഡൊക്കെ കഴിക്കാനായിട്ട് പോയാലോ എന്ന് ചോദിക്കുകയാണ്. ശരിക്കും ഒരു ടീം ഡിന്നർ ആയിരുന്നു കമ്പനിയിലെ ആൾക്കാർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിന്റെ അകത്ത് മെറീനെയും കൂടി ആഡ് ചെയ്യുന്നു. സോ ഇപ്പോൾ എല്ലാവരും കൂടി ഒന്നിച്ച് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചായക്കും ഊജിന്റെ അടുത്തൊരു ക്രഷ് ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ നീ സിംഗിൾ ആണോ, നിനക്ക് കല്യാണം കഴിക്കുവാനായിട്ട് പ്ലാൻ ഒന്നും ഇല്ല എന്ന് ഫൂജുവിന്റെ അടുത്തായിട്ട് ചായയും ചോദിക്കുന്നു. നിലവിൽ കല്യാണത്തെക്കുറിച്ചൊന്നും തന്നെ താൻ ചിന്തിക്കുന്നില്ല എന്നും സിംഗിൾ ആയിട്ട് കുറച്ചു നാളും കൂടി താമസിക്കുവാനായിട്ടാണ് തന്റെ ആഗ്രഹമെന്നും വൂജുവും പറയുന്നുണ്ട്. അങ്ങനെയിരിക്കെ ഹാൻ താനും സിംഗിൾ ആണെന്നൊക്കെ അറിയിക്കുമ്പോഴത്തേക്കും ഹാൻ സിംഗിൾ ആയത് ഹാൻ പലരുടെയും അടുത്ത് പ്രൊപ്പോസലുമായിട്ട് പോയിട്ടുണ്ടായിരുന്നെങ്കിലും അവരെല്ലാവരും തന്നെ റിജക്ട് ചെയ്തത് കൊണ്ടാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം ഹാനിന്റെ ഒരു വീടില്ലാത്തതാണെന്നാണ് പറയുന്നത്. എങ്ങനെയെങ്കിലും ഒരു അപ്പാർട്ട്മെന്റ് ഒക്കെ മേടിക്കുകയാണെങ്കിൽ സിമ്പിൾ ആയിട്ടൊക്കെ ഒരു പെണ്ണിനെയും കിട്ടുന്നതായിരിക്കുമെന്നും അപ്പാർട്ട്മെന്റ് ഒന്നും സ്വന്തമായിട്ടില്ലാത്ത ആൾക്കാർക്കാണ് പെണ്ണ് കിട്ടാത്തതെന്നും ഓയും അറിയിക്കുന്നു. അങ്ങനെ ഇരിക്കെ ആയിരുന്നു ഓയും നമ്മളുടെ നേരത്തെ നടന്നിട്ടുണ്ടായിരുന്ന ലക്കി ഡ്രോയിനെ കുറിച്ചൊക്കെ ഓർമ്മിപ്പിക്കുന്നത്. ഒരു ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറുകാര് പുതിയതായിട്ട് വിവാഹമൊക്കെ കഴിഞ്ഞ ദമ്പതിമാർക്കായിട്ട് ലക്കി ഡ്രോ മത്സരമൊക്കെ നടത്തിയതിന് ശേഷം ഒരു അപ്പാർട്ട്മെന്റ് ഫ്രീ ആയിട്ടൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അതിന്റെ മത്സരമൊക്കെ കഴിഞ്ഞുവെന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഓയും അത് എടുക്കുവാനായിട്ടൊക്കെ തുടങ്ങുമ്പോഴത്തേക്കും അതില് ഡീറ്റെയിൽസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഇവരുടെ ഫോട്ടോയോ അല്ലെങ്കിൽ ഇവരുടെ പേരോ കാണുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് വോച്ചും മറിയും അതിനെ തടയുവാനായിട്ട് ശ്രമിക്കുന്നു. വൂജുവും ഇപ്പോൾ മെനു ഒക്കെ കൊടുത്തതിന് ശേഷം ഇഷ്ടമുള്ള ഫുഡ് എന്താന്ന് വെച്ചാൽ ഓർഡർ ചെയ്തോ എന്ന് ഓയുടെ അടുത്തായിട്ടും പറയുകയാണ്. സോ ഓയും ഇപ്പോൾ നോക്കിക്കൊണ്ടിരുന്ന പരിപാടിയെല്ലാം തന്നെ നിർത്തിവെച്ചിട്ട് ഫുഡ് ഓർഡർ ചെയ്യുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. എന്നാലും ആ സമ്മാനം ആർക്കായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക എന്നൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ചായയും ഇപ്പോൾ ആർട്ടിക്കിളൊക്കെ വായിക്കുവാനായിട്ട് തുടങ്ങുന്ന സമയത്ത് അതിന്റെ ഇടയ്ക്ക് കയറിയിട്ടുണ്ടായിരുന്ന മെറിയും ചായയോട് നമുക്ക് ഒന്നിച്ച് ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കാമെന്ന് പറഞ്ഞ് അവളെയും ഡ്രിങ്ക്സ് ഒക്കെ കുടിപ്പിക്കുകയാണ്. പക്ഷെ ഈ ഒരു സമയത്തായിരുന്നു ഹാനും ആർട്ടിക്കിൾ വായിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നത്. ആർട്ടിക്കിളിലാകട്ടെ മെറിയുടെയും വൂജുവിന്റെയും പേരുകൾ കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവരും മറ്റു രണ്ട് പേരുകളായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. എങ്കിൽ പോലും അതിൽ കൊടുത്ത ഫോട്ടോ ഒക്കെ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടായിരുന്ന ഹാനും ഇവരുടെ രണ്ടുപേരുടെ ഫേസ് ഒക്കെ കണ്ട് നല്ല പരിചയം തോന്നിക്കുന്നല്ലോ എന്നും പറയുന്നു. പക്ഷെ ഹാനും കൂടുതലായിട്ട് ആ ഒരു ഫോട്ടോ ഒന്നും നോക്കാതിരിക്കുവാനായിട്ട് അവരും ശ്രദ്ധിക്കുന്നുണ്ട്. സോ ഇപ്പോൾ ആ ഒരു ടീമിലെ ആൾക്കാരുടെ ശ്രദ്ധയൊക്കെ മാറ്റുവാനായിട്ട് ഒരുപാട് ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ചിട്ട് മാറി ആകെ ബോധമില്ലാതെയൊക്കെ നിൽക്കുകയാണ്. അങ്ങനെ ഇരിക്കെ റെസ്റ്റ് റൂമിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്ന ഓയും നമ്മുടെ മെറീനെ കണ്ട് കഴിയുമ്പോഴത്തേക്കും ടീം ലീഡർ പുതിയതായിട്ട് വർക്കിന് വന്ന ആളാണ്. അങ്ങനെ ഇരിക്കെ ടീം ലീഡറിനെ കൊണ്ട് പണമൊക്കെ കൊടുപ്പിക്കുന്നത് ശരിയല്ലല്ലോ, സോ നീ തന്നെ ബില്ല് കൊടുത്തേക്കെന്ന് പറഞ്ഞ് മെറിക്ക് ആ ഒരു പണിയൊക്കെ കൊടുത്തിട്ട് ഓയും പോകുന്നു. അങ്ങനെ ഒരു പണി കിട്ടുമെന്ന് മെറിയും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അവളും അവളുടെ കയ്യിലുണ്ടായിരുന്ന കാർഡെല്ലാം തന്നെ കൊടുക്കുന്നുണ്ടെങ്കിലും കാർഡിലൊന്നും തന്നെ പണം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്ന ബൂച്ചു തന്റെ കാർഡ് കൊടുത്തിട്ട് ബില്ല് പേ ചെയ്യുന്നു. ബില്ല് പേ ചെയ്തോളാമെന്ന് മെറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തിനാണ് ബൂച്ചു ചെയ്തതെന്ന് ചോദിച്ചുകൊണ്ട് ഓയും ടീമും വരുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ കമ്പനിയിലെ എംപ്ലോയീസിന്റെ ടീം ഡിന്നർ ആണ് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ ഒരു ടീം ഡിന്നറിന് എന്തിനാണ് വേറൊരു കമ്പനിയിലെ ആള് പണമൊക്കെ കൊടുക്കുന്നതെന്ന് ബൂച്ചുവും ചോദിക്കുന്നു. പിന്നീട് എല്ലാവർക്കും കൂടി ഒരു കരോക്കെക്ക് കൂടി പോകണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ബോജുവും തന്റെ കയ്യിലുണ്ടായിരുന്ന കാർഡ് അവർക്ക് നൽകുകയാണ്. കൂടാതെ താൻ വീട്ടിലേക്ക് പോവുകയാണെന്നും കൂടി പൂജു പറയുന്നു. ആകട്ടെ നമ്മുടെ മെറിയനെ കരോക്കെക്ക് കൂടി വിളിക്കുന്നുണ്ട്. മെറിയും പോകുവാനായിട്ട് തയ്യാറായിട്ടായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ബൂജു അതിനെ സമ്മതിക്കുന്നില്ല. ഇപ്പോൾ തന്നെ മെറി ഒരുപാട് കുടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ മെറിയനെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് പോയിക്കോളാം എന്ന് പറഞ്ഞ് മെറിയനെ കൂട്ടിക്കൊണ്ട് പോകുന്നു. ശരിക്കും ആ കരോക്കയ്ക്ക് ചിലവാകുന്ന പണമെങ്കിലും മെറിയുടെ കയ്യിൽ നിന്നും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഓയും മെറീനെ കരോക്കയ്ക്കും വിളിച്ചിട്ടുണ്ടായിരുന്നത്.